Okay. IPC 5A. The organization takes action to prevent catheter-associated urinary tract infection. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നമുക്കൊരു ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിൽ ഉപയോഗിക്കേണ്ട പ്രിൻസിപ്പിൾസ് പലപ്പോഴും നമ്മളുടെ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഉണ്ടാവണം, ട്രാൻസ്മിഷൻ ബേസ്ഡ് പ്രിക്കോഷൻസ് ഉണ്ടാകണം. ഇത് നിർബന്ധമായിട്ടും നമുക്ക് നടപ്പിലാക്കുന്നതിന് ഇതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് പ്രിക്കോഷൻസിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് മോണിറ്റർ ചെയ്ത് അതിൻ്റെ ഒരു ബണ്ടിൽ നമുക്ക് പ്രിവെൻഷൻ ഓഫ് കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉപയോഗിക്കാൻ പറ്റണം. കൃത്യമായി CDCയിലും WHO-യിലും SHA ഓർക്കണം, ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് വലുത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അധിക തീരുവ ഒന്നും അതിന് വരില്ല. നമുക്ക് ഇതെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ്, എടുത്ത് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡൈസേഷൻസിൽ പലപ്പോഴും അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നേതാക്കന്മാർക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാതെ ഇന്ത്യയിൽ തന്നെ ചികിത്സിക്കാനായിട്ട് അത് ഉപകരിക്കപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമുക്ക് IPC 5A പറയുന്നതനുസരിച്ച് നമുക്ക് ഏറ്റവും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ് കേട്ടോ. കാരണം ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് പലപ്പോഴും നമുക്ക് കത്തീറ്ററൈസേഷൻ വേണമെങ്കിലും വേണ്ടെങ്കിലും ഉപയോഗിക്കുന്ന രീതിയൊക്കെ ഒന്ന് മാറിയിട്ട് വളരെ അത്യാവശ്യമുള്ള സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ. ഇനി അത് വേണ്ട എന്ന് തോന്നുന്ന ആദ്യ സമയത്ത് തന്നെ റിമൂവ് ചെയ്യാൻ ഓർക്കണം. ഹാൻഡ് ഹൈജീനൊക്കെ വളരെ കൃത്യമായിട്ട് വേണ്ടുന്ന ഒരു ഏരിയയാണ് അതിൻ്റെ മോണിറ്ററിങ്ങിൽ. എസ്പെഷ്യലി ഫീമെയിൽ പേഷ്യൻസ്, ഏജ്ഡ് പേഷ്യൻസ് ഒക്കെ വരുന്ന ഒരു സാഹചര്യങ്ങൾ കൃത്യമായി നമ്മളിവിടെ മാനേജ് ചെയ്യണം. സോ IPC 5A, the organization takes action to prevent catheter associated urinary tract infection. അതിന് നമുക്ക് CDC, WHO, SHA ഗൈഡ് ലൈൻസിനെയൊക്കെ ആധികാരികമായി ഉപയോഗിക്കാം. നമ്മളുടെ ഹോസ്പിറ്റൽ അതിനൊരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിവെൻഷൻ പ്രോഗ്രാം കൃത്യമായിട്ടുണ്ടാവണം.